ശരി, മുഹമ്മദ് അസ്ലം കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. അസ്ലം, എന്താണ് ഇവർ ഈ കേസിന്റെ ഒരു പശ്ചാത്തലം പറയുന്നത്? അതിൽ തന്നെ പോലീസിൽ പലതവണ പരാതി കൊടുത്തിട്ടും പോലീസ് ശരിയാവണ്ണമുള്ള നടപടി എടുത്തില്ല, വിളിക്കും വിട്ടയക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ്? നിഷാദ്, വിവാഹത്തിന് ശേഷം തുടർച്ചയായ മർദ്ദനങ്ങളും പീഡനങ്ങളും ഏറ്റൊരു സ്ത്രീയാണ് ഇപ്പോൾ ആസിഡ് ആക്രമണത്തിന് കൂടി ഇരയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബേൺ ഐസിയുവിൽ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് വേണമെങ്കിൽ പറയാം. കല്യാണം പ്രശാന്തമായി വിവാഹം കഴിച്ച ആദ്യ നാളുകൾക്ക് ശേഷം മുതൽ തന്നെ ഇയാൾ മദ്യപിക്കുമായിരുന്നു, ലഹരി അടിമയായിരുന്നു. അതിനെ തുടർന്ന് നിരന്തരമായ മർദ്ദനമുണ്ടായിരുന്നു. അങ്ങനെ പലതവണ, ഒരു തവണ ഭാര്യ അല്ലെങ്കിൽ വേർപിരിയുന്ന മുമ്പ് തന്നെ ഇവരുടെ കണ്ണിനെ കുത്തിപ്പൊട്ടിക്കാൻ ശ്രമം നടത്തുകയും അങ്ങനെ ഒരു കണ്ണിന്റെ കാഴ്ച ഏറെക്കുറെ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നേരത്തെ തന്നെ. ഇങ്ങനെ കുറേ നാളത്തെ പീഡനങ്ങൾക്കും മാത്രമല്ല, പ്രവിശയുടെ അമ്മയെ മർദ്ദിക്കുന്നു. പ്രവിശയുടെ അല്ലെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഈ കുഞ്ഞ്, പ്രശാന്തിന്റെയും പ്രവിശയുടെയും ആദ്യത്തെ കുഞ്ഞിനെ 8 വർഷം മുമ്പ് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തി അയൽക്കാരൻ തട്ടിമാറ്റിക്കൊണ്ട് മാത്രമാണ് തീ തട്ടി മാറ്റി മാത്രം രക്ഷപ്പെട്ടത്. അങ്ങനെ നിരന്തരമായ പീഡനങ്ങൾക്കൊടുവിലാണ് ഈ പ്രവിശ അവന് ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. 2 വർഷമായി, ഇപ്പോൾ 2.5 വർഷമായി വീട്ടിൽ നിൽക്കുകയാണ്. എന്നാൽ പോലും വീണ്ടും പ്രവിശ തിരിച്ചു വരണം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്നു, വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തുന്നു, സഹോദരനെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല, ഈ പ്രവിശയുടെ ചിത്രങ്ങൾ മോഫ് ചെയ്തുകൊണ്ട് അശ്ലീല വീഡിയോകൾ ഉണ്ടാക്കുകയും അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അങ്ങനെ നിരന്തരമായ ഭീഷണിപ്പെടുത്തലുകളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ആസിഡ് എടുത്ത് ഒഴിക്കുന്നത്. ഇതിൽ അവർ പറയുന്നത് നേരത്തെ പരാതികൾ 8 തവണ ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ചില കേസുകളിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേസമയം ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. അതായത് ഇയാൾ നിരന്തരമായി ഈ ഒരു കുറ്റവാളിയാണെന്ന രീതിയിലേക്ക് പോലീസ് ഇയാളെ കൈകാര്യം ചെയ്യുകയോ ഇയാളെ തുറങ്കിലിടുകയോ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇത് നിരന്തരമായി നമുക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ വരുന്ന പരാതി നടത്തത്തിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒത്തുതീർപ്പാക്കിയിടും, അല്ലെങ്കിൽ ചില കേസുകൾ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇവിടേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും ഇയാളൊരു ഭാര്യയെ തിരിച്ചില്ലാത്തുള്ളൊരു മാനസിക രോഗം പോലെ ഇയാൾ മാറിയെന്ന് പറയേണ്ടി വരും. അങ്ങനെ നിരന്തരമായി ആക്രമിക്കുകയും അങ്ങനെ ആസിഡ് ഒഴിക്കുകയും ചെയ്തു. എന്തായാലും അവരുടെ അവസ്ഥ, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ പോലും വളരെ ഗുരുതര അവസ്ഥയിൽ തന്നെയാണ് അവിടെ കഴിയുന്നത്. കാരണം അവരുടെ കണ്ണിലും മുഖത്തും നെഞ്ചിലുമാണ് ആസിഡ് വീഴുന്നത്. സ്വാഭാവികം ഒരു കണ്ണ് ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണ്. അതിന്റെ അവസ്ഥയെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഡോക്ടർമാരുടെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ ഡോക്ടർമാരുടെ അതിന്റെ കാഴ്ചശേഷിയുണ്ടോ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. മാത്രമല്ല, ഇപ്പോൾ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. തൊണ്ടയൊക്കെ നീറിയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അതിലേക്ക് ആസിഡ് പോയിട്ടുണ്ടാവണമെന്നാണ് ഈ അമ്മ കരുതുന്നത്. ഡോക്ടർമാരുടെ അത് സംബന്ധിച്ചുള്ള വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. നെഞ്ചിലും മുഖത്തുമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവർ ഇപ്പോൾ ബേൺ ഐസിയുവിൽ കഴിയുകയാണ്. പ്രശാന്ത് ഇന്നലെ കീഴടങ്ങിയിരുന്നു. മറ്റു നടപടികളായി മുന്നോട്ട് പോകുന്നതായാലും അതിന്റെ ഒരു വൈകാരികത, ഇത്രയും നാളായി ആക്രമണം നടത്തി ഏറ്റവും അവസാനം ആസിഡ് ആക്രമണത്തിലേക്ക് വന്ന് അവർ ആശുപത്രിയിലായതിന്റെ വൈകാരികത കൂടിയാണ് ശരിക്കും അമ്മ പങ്കുവയ്ക്കുന്നത്. ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ആസിഡ് ആക്രമണത്തിന് ഇരയായ യുവതി നേരത്തെയും ഭർത്താവിന്റെ വലിയ പീഡനങ്ങൾ അനുഭവിച്ചു, മകനെ കൊല്ലാൻ ശ്രമിച്ചു, കുടുംബത്തിലെ പലരെയും ആക്രമിച്ചു, എല്ലാവരെയും വകവരുത്തുന്നു, ഭീഷണിപ്പെടുത്തി. പക്ഷേ പോലീസ് ആ പരാതിയെ ഗൗരവത്തിലെടുക്കാത്തതിന്റെ ഒരു പരിണിത ഫലം നിലയ്ക്കാണ് ഇപ്പോൾ യുവതി മാരകമാം വിധമുള്ള ആസിഡ് ആക്രമണത്തിന് ഇരയായി ബേൺ ഐസിയുവിൽ കിടക്കുന്നത്.